നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സർക്കാർ വായുവിന് നികുതി ഏർപ്പെടുത്തിയാലും അത്ഭുതപ്പെടാനില്ലെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ. തൊട്ടതിനെല്ലാം നികുതി വർദ്ധിപ്പിച്ചിട്ടും സംസ്ഥാനം സാമ്പത്തികമായി തകർന്നത് എങ്ങനെയെന്ന് ഇടതു സംഘടനകൾ മറുപടി പറയണമെന്നും DCC അധ്യക്ഷൻ. കുടിവെള്ള മേഖലയിലും വൈദ്യുതി മേഖലയും സ്വകാര്യവൽക്കരിച്ചതാണ് സർക്കാർ നേട്ടമെന്നും തങ്കപ്പൻ. വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവകാശ ധർണ പാലക്കാട്. തിരുവില്ലാമല പഞ്ചായത്ത് ഓഫീസിലെ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗീതം ചൊല്ലിച്ച നടപടി വിവാദമാകുന്നു. ഭരണപക്ഷത്തിന്റെ ആസൂത്രിത നടപടി ഭരണഘടനയോടുള്ള വെല്ലുവിളിയെന്ന് CPIM. CPMന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. ദേശാടന പക്ഷികൾക്ക് വൻ ഭീഷണിയായി ഒറ്റപ്പാലം ഭാരതപ്പുഴയിൽ വീണ്ടും തീപിടുത്തം. പുഴയിലെ 2 ഏക്കറോളം പുൽക്കാടുകൾ കത്തിനശിച്ചു. ഭാരതപ്പുഴയിലെ തീപിടുത്തം തുടർക്കഥയാകുന്നു. ഈ മാസം തന്നെ പുഴയിൽ തീ പടർന്നത് 4 തവണ. ഭാരതപ്പുഴ കത്തിയെരിയുമ്പോൾ കത്തിയമരുന്നത് ദേശാടന പക്ഷികളുടെ കൂടുകളും. ഷൊർണൂർ പരുത്തിപ്പുറ ഗവൺമെന്റ് സ്കൂളിൽ 1 കോടി രൂപയുടെ കെട്ടിടം ഉയരുന്നു. നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം. 6 ക്ലാസ് മുറികളുള്ള 2 നില കെട്ടിടം സർക്കാർ വിദ്യാലയത്തിന് വലിയ മുതൽക്കൂട്ടാകും. ശബ്ദമലിനീകരണം. കുടുംബശ്രീ കലാജാഥ അംഗങ്ങളെ സിവിൽ സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കി കോടതി. കലാപരിപാടി അവതരണം സിവിൽ സ്റ്റേഷന് പുറത്താക്കാൻ കോടതി ആവശ്യപ്പെട്ടത് കലാപരിപാടികൾക്കായുള്ള ഗാനങ്ങൾ കോടതി നടത്തിപ്പിന് തടസ്സം നേരിട്ടതോടെ. തൃശൂരിൽ ഇക്ഫോക്ക് അന്താരാഷ്ട്ര നാടകോത്സവം തുടരുന്നു. നാടകോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയ ചിത്ര പ്രദർശനം ശ്രദ്ധേയം. പ്രദർശനത്തിൽ നിറയുന്നത് നാടകങ്ങളുടെ രത്ന ചുരുക്കം. ഉത്സവ ആഘോഷ നിറവിൽ ആരാധനാലയങ്ങൾ. കോട്ടായി വരോട് കണ്ണച്ചിപ്പറമ്പ് പൊറ്റ ഗ്രാമത്തിലെ പ്രസന്നലക്ഷ്മി ഗണപതി ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ ഭക്തിസാന്ദ്രം. വാടനാകുശ്രീ ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷങ്ങൾക്ക് ഒരുക്കം. ചടങ്ങുകൾ ജനുവരി 30, 31 തീയതികളിൽ. പൂജാ മഹോത്സവത്തിനായി ഷൊർണൂർ മുതലിയാർ തെരുവ് മാരിയമ്മൻ കോവിലിൽ തുടക്കം. ആഘോഷ പരിപാടികൾ ജനുവരി 30 മുതൽ ഫെബ്രുവരി 16 വരെ. തൈപ്പൂയ മഹോത്സവത്തെ വരവേൽക്കാൻ പരുത്തി പ്രദേശം. ഓങ്ങല്ലൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികൾ തുടരുന്നു. വാർത്തകൾ വിശദമായി. കേരള സർക്കാർ വായുവിന് നികുതി ഏർപ്പെടുത്തിയാലും അത്ഭുതപ്പെടാനില്ലെന്ന് DCC പ്രസിഡന്റ് തങ്കപ്പൻ. തൊട്ടതിനെല്ലാം നികുതി ഭീമമായി വർദ്ധിപ്പിച്ചിട്ടും സംസ്ഥാനം സാമ്പത്തികമായി തകർന്ന് എങ്ങനെയെന്ന് ഇടതു സംഘടനകൾ മറുപടി പറയണം. കുടിവെള്ള മേഖലയും വൈദ്യുതി മേഖലയും സ്വകാര്യവൽക്കരിച്ചതാണ് സർക്കാർ നേട്ടമെന്നും തങ്കപ്പൻ പറഞ്ഞു. വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സ്റ്റാഫ് അസോസിയേഷൻ വാട്ടർ അതോറിറ്റിക്ക് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു DCC അധ്യക്ഷൻ. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഇതുപോലെ കവർന്ന സർക്കാർ കേരളത്തിലുണ്ടായിട്ടില്ല. തൊട്ടതിനെല്ലാം നികുതി ഭീമമായി വർദ്ധിപ്പിച്ചിട്ടും സംസ്ഥാനം സാമ്പത്തികമായി തകർന്നതെങ്ങനെയാണെന്ന് ഇടതു സംഘടനകൾ പറയണം. കുടിവെള്ള മേഖലയും വൈദ്യുതി മേഖലയും ഉൾപ്പെടെ സ്വകാര്യവൽക്കരിച്ചതാണ് സർക്കാർ നേട്ടം. ഇടതു സർക്കാരിനെ അധികാരത്തിൽ കയറ്റാനായി രാപ്പകൽ പണിയെടുത്ത ഉദ്യോഗസ്ഥ സംഘടനകൾ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുമ്പോൾ ന്യായീകരണത്തിന് പിന്നാലെയാണെന്നും തങ്കപ്പൻ പറഞ്ഞു. ന്യായമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഉയർത്തണം. ആ ജീവനക്കാരുടെ അവകാശം സംരക്ഷിക്കാനാണ് നമ്മുടെ യൂണിയൻ. അത് തന്നെയായിരിക്കും മുഖ്യ വിഷയം. അതിനാരായാലും പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം UDF സംബന്ധിച്ചിടത്തോളം NGO യൂണിയൻ, NGO സോഷ്യൽ, IMDC, CUT ഒന്നൊന്നുമില്ല. ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങളാണ് നമുക്ക് മുഖ്യ വിഷയം. അത് രാഷ്ട്രീയമില്ല. അവരുടെ ക്ഷേമത്തിന് വേണ്ടി എന്തെങ്കിലും തകരാറ് സംഭവിച്ചെങ്കിൽ അത് പരിശോധിച്ച് പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു കാലത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി AK ഗോപാലൻ നേരത്തെ 1000-ലേറെ ദിവസം സമരം ചെയ്തു. അന്ന് റിക്കാർഡ് സമരമായിരുന്നു. ശമ്പള പരിഷ്കരണം, DA കുടിശ്ശിക, നൈറ്റ് ഷിഫ്റ്റ് അലവൻസ്, പേ റിവിഷൻ കുടിശ്ശിക തുടങ്ങിയവ ആവശ്യപ്പെട്ടായിരുന്നു സമരം. ജില്ലാ പ്രസിഡന്റ് CM അരുൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭാരവാഹികളായ സുബേഷ് കുമാർ, TS മുരളി, M ഷീബ, M രാംദാസ്, സുനീഷ്, C അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങുകൾക്ക് ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗീതം പാടിപ്പിച്ച നടപടി ഭരണഘടനയോടും ഭരണഘടനാ സ്ഥാപനങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്ന് CPM. പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിക്കെതിരെ CPM ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ഓഫീസുകൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണ സ്ഥലമാക്കി മാറ്റരുത് എന്ന ചട്ടങ്ങൾ നിലവിലുള്ളപ്പോഴാണ് പഞ്ചായത്ത് ഭരണസമിതി RSSന്റെ രാഷ്ട്രീയ പ്രചരണവേദിയാക്കി തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിനെ മാറ്റിയിട്ടുള്ളതെന്ന് CPM ആരോപിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെവിടെയും
ഒരു തുള്ളി വിയർപ്പ് പൊടിഞ്ഞതിൻ്റെ കണക്ക് പറയാനില്ലാത്ത RSS ഗൂഢശ്രമത്തിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയാണ്. രാഷ്ട്രപിതാവിനെ കൊല ചെയ്തതിൻ്റെ പാപക്കറ ഇപ്പോഴും പേറുന്ന RSSൻ്റെ ശാഖയിൽ പാടുന്ന പാട്ട് രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ പാടിയത് സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളോടുള്ള അവഹേളനമാണെന്നും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത നേതാക്കൾ വ്യക്തമാക്കി. പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിക്കെതിരെ തിരുവില്ലാമല പഞ്ചായത്ത് ഓഫീസിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് CPIM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം C. ഗോപദാസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിനകത്ത് ഒരു ഗ്രാമപഞ്ചായത്തിലും ഉണ്ടാവാത്ത രൂപത്തിലുള്ള നീതിക്ക് നിരക്കാത്ത സംഭവ വികാസമാണ് ഇന്നലെ അരങ്ങേറിയത്. RSS ശാഖയിൽ ചൊല്ലുന്ന ഗണഗീതം പിഞ്ചോമന മക്കളെ കൊണ്ട് ചൊല്ലിപ്പിച്ച് ഇന്ത്യൻ മതേതരത്വത്തിന് തന്നെ മുറിവേൽപ്പിച്ച ആദ്യ സമ്മാനമാണ് BJPയുടെ ഈ 2025 വരുന്നതിന് ശേഷം ഈ ഗ്രാമപഞ്ചായത്തിന് നൽകിയിട്ടുള്ളത്. S. ദിലീപ്, KR മനോജ് കുമാർ, N. കുമാരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സെക്രട്ടറിയുടെ ക്യാബിനെത്തിയ നേതാക്കൾ പ്രശ്നത്തിന്റെ ഗൗരവം സെക്രട്ടറി ഇൻചാർജ് ബിന്ദുവിനെ ബോധിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി DYFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും മാർച്ചും നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 60-ലേറെ ദേശാടന പക്ഷികളുടെ സാന്നിധ്യം കണ്ടെത്തിയ ഒറ്റപ്പാലം ഭാരതപ്പുഴയിൽ വീണ്ടും തീപിടുത്തം. പുൽക്കാടുകൾക്ക് തീപിടിച്ചത് ഏകദേശം 2 ഏക്കറോളം കത്തിനശിച്ചു. ഈ മാസം തന്നെ ഇത് 4ാം തവണയാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. പുഴയിൽ വിരുന്നെത്തുന്ന ദേശാടന പക്ഷികൾ കൂടുവയ്ക്കുന്നത് ഇവിടെയാണ്. നവംബർ മാസത്തോടെ വിരുന്നെത്തുന്ന ദേശാടന പക്ഷികൾ ഫെബ്രുവരി മാർച്ച് മാസത്തോടെയാണ് ഇവിടെ നിന്നും വിട പറയാറുള്ളത്. ശബ്ദ മലിനീകരണത്തെ തുടർന്ന് കുടുംബശ്രീ കലാജാഥ അംഗങ്ങളെ സിവിൽ സ്റ്റേഷനിൽ നിന്നും പുറത്താക്കി കോടതി. ജാഥയിലെ കലാപരിപാടികൾക്കായി മൈക്കിലൂടെയുള്ള ഗാനങ്ങൾ കോടതി നടത്തിപ്പിന് തടസ്സം നേരിട്ടതോടെയാണ് കലാപരിപാടികൾ അവതരണം സിവിൽ സ്റ്റേഷനെ പുറത്താക്കാൻ കോടതി ആവശ്യപ്പെട്ടത്. ലിംഗസമത്വം, ലിംഗനീതി, സ്ത്രീ ശാക്തീകരണം, സ്ത്രീ തൊഴിൽ പങ്കാളിത്തം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കുടുംബശ്രീ സംഘടിപ്പിച്ച കലാജാഥയാണ് ബുധനാഴ്ച സിവിൽ സ്റ്റേഷനിൽ എത്തിച്ചേർന്നത്. ശബ്ദ മലിനീകരണത്തെ തുടർന്ന് കുടുംബശ്രീ കലാജാഥ അംഗങ്ങളെ സിവിൽ സ്റ്റേഷനിൽ നിന്നും പുറത്താക്കി കോടതി. കലാപരിപാടികൾക്കായി മൈക്കിലൂടെയുള്ള ഗാനങ്ങൾ കോടതി നടത്തിപ്പിന് തടസ്സം നേരിട്ടതോടെയാണ് കലാപരിപാടി അവതരണം സിവിൽ സ്റ്റേഷനെ പുറത്താക്കാൻ കോടതി ആവശ്യപ്പെട്ടത്. കുടുംബശ്രീ കമ്മ്യൂണിറ്റി തിയേറ്റർ ഗ്രൂപ്പായ രംഗശ്രീ അംഗങ്ങളെയാണ് കോടതി സിവിൽ സ്റ്റേഷനിൽ നിന്നും പുറത്തുപോകാൻ ആവശ്യപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശ്ശൂരിൽ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിനോടനുബന്ധിച്ചൊരുക്കിയ ചിത്ര പ്രദർശനം ശ്രദ്ധേയം. നാടകങ്ങളുടെ രത്നച്ചുരുക്കങ്ങളാണ് ചിത്രങ്ങളായി പ്രദർശനത്തിൽ നിറഞ്ഞു നിന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിൻ്റെ 16ാം പതിപ്പിലെ ചിത്രപ്രദർശനമാണ് വേറിട്ട അനുഭവമാകുന്നത്. അരങ്ങിലെത്തുന്ന നാടകങ്ങളെ വരയിലൂടെ ക്യാൻവാസുകളിൽ ഒരുക്കിയിരിക്കുകയാണ്. പ്രദർശനത്തിൽ പങ്കെടുത്ത 4 കലാകാരന്മാരിൽ ഒരാളും നാടകപ്രവർത്തകനുമായ വിജേഷിൻ്റെ ആകസ്മിക വിയോഗം വലിയ വിടവ് വരുത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പ്രദർശനിയിൽ നിറയുകയാണ്. നാടകങ്ങളോടുള്ള അടങ്ങാത്ത പ്രണയമാണ് വിജേഷിൻ്റെ ക്യാൻവാസുകളിൽ വിരിഞ്ഞത്. എന്നെ കൂടാതെ 3 പേരാണ്. ഒന്ന് നമ്മൾ വിട്ടുപിരിഞ്ഞ വിജേഷ് KVയും അതുപോലെ തന്നെ അഡാട്ട് ഗോപാലേട്ടനുമാണ് മറ്റ് 2 പേര്. വളരെ സന്തോഷത്തോടു കൂടിയാണ് വിജേഷ് KV ഈ ഒരു ഇറ്റ്ഫോക്കിനെ നോക്കിക്കണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ ചിത്രം വളരെ അത്യാഹ്ലാദത്തോടു കൂടി ഈ ഒരു തിയേറ്ററിൽ ഉണ്ടാകും, ഈ ഒരു ഫെസ്റ്റിവലിൽ ഉണ്ടാകും എന്നുള്ള വളരെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം കാത്തിരുന്നത്. പക്ഷേ അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ ഇറ്റ്ഫോക്ക് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുകയുണ്ടായത്.
എന്തായാലും ഇറ്റ്ഫോക്കിൽ നമ്മളൊരു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൃത്യമായിട്ടും ഇവിടെ അറിയിച്ചിട്ടുണ്ട്. മാവിൻ ചുവടും അതുപോലെ തന്നെ പ്രധാന ഗാലറിയിലും വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഇറ്റ്ഫോക്കിൽ ഈ അക്കാദമി ഒരുക്കിയിട്ടുണ്ട്. വളരെ വൃത്തിയായിട്ട് അത് അവർ അനുസ്മരിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇപ്പോഴുള്ള ഓർക്കാൻ കഴിയുന്ന നിമിഷങ്ങൾ. മൂന്നാം തിയേറ്റർ എന്ന ആശയത്തെ ജനകീയമാക്കിയ ബാദൽ സർക്കാരിൻ്റെ നാടകങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഇറ്റ്ഫോക്കിൻ്റെ പ്രദർശനത്തിൽ ഇടം നേടിയിട്ടുണ്ട്. നാടകങ്ങൾക്ക് സ്റ്റേജ് ഉപകരണങ്ങളെക്കാൾ അഭിനേതാവിൻ്റെ ശരീരത്തിനാണ് മുൻഗണന നൽകേണ്ടത് എന്നാണ് ബാദൽ സർക്കാർ തൻ്റെ നാടകങ്ങളിലൂടെ ലോകത്തെ ബോധ്യപ്പെടുത്തിയത്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ തന്നെ തിയേറ്റർ സ്കെച്ചുകൾ ഇതുവരെ ഇന്ത്യയിൽ നടന്നിട്ടില്ല. തിയേറ്റർ സ്കെച്ച് നാടകവും ചിത്രകലയും സന്നിവേശിപ്പിക്കുക. നാടകത്തിൽ ചിത്രകലയുണ്ട്. അത് രംഗപടമായാലും മറ്റ് ലൈറ്റിംഗ് സംവിധാനമായിട്ടും മറ്റ് കളറുകളൊക്കെ ആയാലും ഒക്കെ അതിൻ്റെ സെറ്റിങ്സിലൊക്കെ നമുക്ക് ചിത്രകല കാണാൻ കഴിയും. പക്ഷെ ഇത് നേരെ വ്യത്യസ്തമായി ഡ്രോയിങ്സിലൂടെ ഒരു സംവിധായകൻ കാണാത്ത ചില ഇടങ്ങൾ, ശൂന്യതകൾ, നിരീക്ഷണങ്ങൾ, പിന്നെ ഒഴിഞ്ഞുകിടക്കുന്ന ഇങ്ങനെ ആയിക്കൂടെ എന്നുള്ള ചില ചിന്തകൾ, നിലപാടുകൾ, രീതികൾ, അങ്ങനെയുള്ള ബിംബങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വരകൾ, ഇത്തരം സാധ്യതകളിലേക്കാണ് ഒരു പുതു പ്രവൃത്തി എന്നുള്ള രീതിയിൽ, പുതിയ രീതി എന്ന നിലയിൽ ഞങ്ങൾ ഇതിൻ്റെ ഒരു പരീക്ഷണത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഈ ഇറ്റ്ഫോക്കിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയുമായിട്ട് ഞങ്ങൾ കാണുന്നതും ഇറ്റ്ഫോക്ക് കാണുന്നതും. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകോത്സവങ്ങളിൽ ഒന്നായ ഇറ്റ്ഫോക്കിലൂടെ ലോകരാജ്യങ്ങളിൽ ചർച്ചയായ നിരവധി നാടകങ്ങളാണ് എത്തുന്നത്. 9 വിദേശ നാടകങ്ങളടക്കം 23 നാടകങ്ങളുടെ അവതരണമാണ് ഇറ്റ്ഫോക്കിൽ അരങ്ങേറുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ പരുത്തിപ്പുറ ഗവൺമെൻറ് UP സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ 1 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 6 ക്ലാസ് മുറികളുള്ള 2 നിലകളിലാണ് കെട്ടിടം ഉയരുക. പരുത്തിപ്പുറ ഗവൺമെൻറ് UP സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന ക്ലാസ് മുറി കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന് ആവശ്യമായ പില്ലറുകൾക്കുള്ള കുഴിയെഴുക്കുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ 1 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി 6 ക്ലാസ് മുറികളുള്ള 2 നിലകളിലായാണ് കെട്ടിടം ഉയരുക. 2025 നവംബർ ആദ്യവാരത്തിൽ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം P. മമ്മിക്കുട്ടി MLA നിർവഹിച്ചിരുന്നു. വിവിധ ഘട്ടങ്ങളിലായി പണി കഴിപ്പിച്ച 4 പഴയ കെട്ടിടങ്ങളാണ് നിലവിൽ സ്കൂളിലുള്ളത്. കെട്ടിടങ്ങളിൽ പലതും കാലപ്പഴക്കം ചെന്ന സാഹചര്യത്തിലാണ് പുതിയ ക്ലാസ് മുറി കെട്ടിടം നിർമ്മിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് ഡിവിഷൻ വരെയാണ് സ്കൂളിലുള്ളത്. നിലവിൽ 200ഓളം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. പുതിയ കെട്ടിടം വരുന്നതോടുകൂടി കൂടുതൽ സൗകര്യപ്രദമാകും. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. ഗൃഹനാഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി റോഡ് വിശ്വകർമ്മ നഗറിൽ മേലെ വീട്ടിൽ 49 വയസ്സുള്ള രാജേന്ദ്രനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വർഷങ്ങളായി വിവിധ രോഗങ്ങളാൽ പ്രയാസത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഭാര്യ പ്രിയ, മക്കൾ യദുകൃഷ്ണ, ഹൃദുകൃഷ്ണ. നിർമ്മാണ മേഖല സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CWSA പാലക്കാട് കളക്ടറേറ്റ് മാർച്ച് നടത്തി. കാർഷിക മേഖലയെ തകർച്ചയിലേക്ക് നയിച്ച സമീപനം തന്നെയാണ് സർക്കാർ നിർമ്മാണ മേഖലയോടും കാണിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KK രാജേഷ് കുറ്റപ്പെടുത്തി. നിർമ്മാണ മേഖല തകരുന്നതോടെ കേരളത്തിൻ്റെ നികുതി വരുമാനം കുറയുകയും തൊഴിലില്ലായ്മ പെരുകുകയും ചെയ്യും. തൊഴിലാളി സമൂഹത്തിനും ചെറുകിട വ്യവസായ കരാറുകാർക്കും സർക്കാർ നൽകിയ വാഗ്ദാനം ലംഘിക്കുകയാണ്. തൊഴിലാളികൾക്കൊപ്പം എന്ന് പറയുന്ന സർക്കാർ കാറി മാഫിയകളുടെ താൽപ്പര്യമാണ് സംരക്ഷിക്കുന്നതെന്നും KK രാജേഷ് കുറ്റപ്പെടുത്തി. ഒരുപാട് കച്ചവടക്കാർ, അതേപോലെ തന്നെ ഒരുപാട് തൊഴിലാളികൾ, ഒരുപാട് സംഘടനകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കീഴിലുള്ള തൊഴിലാളികൾക്ക് ഒട്ടനവധി ആളുകൾ ഈ നിർമ്മാണ മേഖലയെ ആശ്രയിച്ചിട്ടാണ് ഇന്ന് ഉപജീവന മാർഗം നടത്തുന്നതുള്ള കാര്യം സർക്കാർ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ ഈ ധർണയിലൂടെ നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കാലഘട്ടത്തിൽ കാർഷിക മേഖലയായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്നൊരു മേഖല കാർഷിക മേഖലയായിരുന്നു. ആ മേഖലയെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ആ മേഖല തകർന്ന് തർപ്പണമായപ്പോൾ യാതൊരുവിധ അനക്കവും കൂടാതെ ആ മേഖലയെ തകർത്തപ്പോൾ അത്തരം ആളുകളൊക്കെ തന്നെ നമ്മളെ ഒരു ഉപജീവന മാർഗം കണ്ടെത്തിയൊരു മേഖല നിർമ്മാണ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആ നിർമ്മാണ മേഖല സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ സംഘടന ആവശ്യപ്പെടുന്നത്. CWSA ജില്ലാ പ്രസിഡന്റ് V. രാജാമണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KH തരിയക്കുട്ടി, ജില്ലാ സെക്രട്ടറി ബിജു ചാർലി, P. കുട്ടൻ, ഹരിപ്രസാദ്, ഹരികുമാർ, രാജൻ, ദേവദാസ്, കാജ മൊയ്തീൻ, സന്തോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 2026-27 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. അതിന് വളരെ വലിയ സഹായം ചെയ്യേണ്ട നിർവഹണ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. ആ നിർവഹണ ഉദ്യോഗസ്ഥന്മാരുടെ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുക, അത് നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഭരണസമിതിയും അതിന് ആ ഉറപ്പിനോടൊപ്പം നിൽക്കാൻ നടപ്പിലാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും ഒപ്പം നിൽക്കാൻ ആസൂത്രണ സമിതി വർക്കിംഗ് ഗ്രൂപ്പിന്റെ അംഗങ്ങളും തയ്യാറാവണം എന്ന് അറിയിക്കുകയാണ്. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ AM നാരായണൻ മാസ്റ്റർ പദ്ധതി ക്രോഡീകരണ അവതരണം നടത്തി. വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP വിജയകുമാർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ആശ, അംഗനവാടി വർക്കേഴ്സ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34ാമത് യൂണിറ്റ് വാർഷിക സമ്മേളനം ചെറുതുരുത്തി കോഴിവാമ്പറമ്പ് ക്ഷേത്ര ഹാളിലെ KP അൽവിക്കുട്ടി മാസ്റ്റർ നഗറിൽ നടന്നു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് ഇന്ന് ഈ യോഗത്തിൽ ഈ ഉദ്ഘാടന വേദിയിൽ നിൽക്കുന്നത്. പൊതുരംഗത്ത് അത്ര സജീവമല്ലാതിരുന്ന എന്നെ കാലം ഇവിടെ എത്തിച്ചപ്പോൾ എനിക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ചെയ്യണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഉറപ്പായും എൻ്റെ ഗുരുക്കന്മാരുൾപ്പെടുന്ന, നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാവരുടെയും ഗൈഡൻസും പിന്തുണയും എല്ലാം എനിക്ക് ആവശ്യമുണ്ട്. എനിക്കൊരു സപ്പോർട്ട് ആവശ്യപ്പെടുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ ഉദ്ഘാടനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. KSSPU യൂണിറ്റ് പ്രസിഡന്റ് TK വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് സംഘടനയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ബുഷ ടീച്ചർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിൽ, മുതിർന്നംഗം യൂസഫ് മാസ്റ്റർ തുടങ്ങിയവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മുൻ രക്ഷാധികാരി അൽവിക്കുട്ടിയുടെ അനുസ്മരണം KT രാമചന്ദ്രൻ മാസ്റ്റർ നിർവഹിച്ചു. വ്യാഴാഴ്ച നടക്കുന്ന ബജറ്റിൽ അധ്യാപകരായ പെൻഷൻകാർക്ക് പെൻഷൻ തുക കൂട്ടി നൽകുമെന്ന പ്രതീക്ഷയിലാണ് താങ്കൾ ഇരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് സെക്രട്ടറി P ഗോവിന്ദൻകുട്ടി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി S മുഹമ്മദ് ജാഫർ അവതരിപ്പിച്ചു. ട്രഷറർ K സുരേന്ദ്രൻ വരവ് കണക്ക് അവതരിപ്പിച്ചു. മറ്റു ഭാരവാഹികളായ TU പ്രസന്ന, PK ഗോവിന്ദൻ, P ബേബി തുടങ്ങിയവർ സംസാരിച്ചു. കമ്മിറ്റി അംഗം KT സരളാദേവി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി NK അബ്ദുൽ ലത്തീഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോങ്ങാട് ടൗണിൽ നിന്നും വെള്ളയംതോട് ചോലക്കുണ്ട് ഭാഗത്തേക്ക് തിരിയുന്ന ജംഗ്ഷനിൽ ഇരുഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ വരുന്നത് അറിയുന്നതിന് വേണ്ടി കോൺവെക്സ് മിറർ സ്ഥാപിച്ചു. കോങ്ങാട് സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ കണ്ട കോങ്ങാടിലെ ആൾക്കാർ, ഞാൻ വയനാടായിരുന്നു മുമ്പ് വർക്ക് ചെയ്തത്. അവിടുത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോങ്ങാട് ഭയങ്കര മോശമാണ്. ഹെൽമെറ്റിന്റെ യൂസ് വളരെ കുറവാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ജില്ലയിൽ തന്നെ ആക്സിഡന്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോങ്ങാടാണ്. ആക്സിഡന്റ് മരണങ്ങളും സംഭവിക്കുന്നത് ഇവിടെ തന്നെയാണ്. 2 ദിവസം മുമ്പ് തന്നെ 2 പേര് മരിച്ചു, മദ്യപിച്ച് ഓടിച്ചിട്ട്. വേറെ ഒരു ചേച്ചി കല്ലടിക്കോട് ഭാഗത്ത്, വേറെ ചേച്ചി ബാക്കിലുള്ള പില്ലൻ റൈഡറാണ്, അവര് നിലത്ത് വീണ് അവർ മരിച്ചു, ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട്. കാലൊക്കെ ഒടിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3 മാസമോ 2 മാസമോ ബെഡിൽ കിടന്നാൽ പോലും റെഡിയായി വരും. അല്ലെങ്കിൽ ആ കാല് വെട്ടി മാറ്റി വേറെ വെപ്പ് കാലെങ്കിലും വയ്ക്കാം. പക്ഷെ തല അങ്ങനെയല്ല. തലയിൽ ഡാമേജ് ആയാലും അത് പെർമനന്റ് ആണ്, റിക്കവറി ഇല്ല. ഗോകുൽദാസ്, മനോജ്, രഞ്ജിത്ത്, ലജേഷ്, ജാക്സൺ, രജിബാല തുടങ്ങിയവർ സംസാരിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള കട്ടിലുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷഹ്ന ടീച്ചർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമസ്കാരം പറയുകയാണ്. 2025-26 വയോജനങ്ങളുടെ കട്ടിൽ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അല്ലെ, അതിൻ്റെ ഉദ്ഘാടനവും അതേപോലെ കട്ടിൽ വാങ്ങിക്കാനൊക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാനിവിടെ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഭയങ്കര ടെൻഷനാണ്. അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്, മുന്നിലിരിക്കുന്ന കുറേ ആളുകൾ എങ്ങനെയെങ്കിലും ഒന്ന് കട്ടിൽ വാങ്ങിച്ച്. ICDS സൂപ്പർവൈസർ ഷീബ സ്വാഗതം പറഞ്ഞു. വാർഡംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി സുനിത എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് KR ഷാജു നന്ദിയും പറഞ്ഞു. വാടനാകുറിശി ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിൽ ശുദ്ധിയും പ്രതിഷ്ഠാ ദിനവും ജനുവരി 30-31 തീയതികളിൽ നടക്കും. തന്ത്രി കരിയന്നൂർ പൗത്രാനന്ദ നമ്പൂരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ. മഹാദേവൻ പടിഞ്ഞാറിലേക്ക് ദർശനമരുളുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് തൃത്താന്തോന്നി. തനിക്ക് തോന്നുന്ന പോലെ പ്രവർത്തിക്കുമെന്ന സങ്കല്പം തന്നെയാണ് തൃത്താന്തോന്നി എന്ന പേരിനും ആധാരം.
അപൂർവതകളുള്ള നാടിൻ്റെ ഇഷ്ടദേവൻ്റെ സന്നിധിയിൽ ശുദ്ധിക്രിയകളും പ്രതിഷ്ഠാദിനാഘോഷവും നടക്കുകയാണ് ജനുവരി 30-31 തീയതികളിൽ. ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി കരിയന്നൂർ മന ഭവത്രാതൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 നട തുറക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് 101 കുടം അഭിഷേകം നടക്കും. ചുറ്റുവിളക്ക്, ദീപാരാധന, രാത്രി അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം നടയടയ്ക്കും. ജനുവരി 31 ശനിയാഴ്ചയാണ് പ്രധാന ചടങ്ങുകൾ. 5 മണിക്ക് നട തുറക്കും. തുടർന്ന് ഗണപതി ഹോമം നടക്കും. ബിംബശുദ്ധി കലശപൂജകൾ, മറ്റ് വിശേഷ പൂജകൾ, അഭിഷേകങ്ങൾ, ശ്രീഭൂതബലി, രക്തേശ്വരിക്ക് ഗുരുതി തുടങ്ങിയ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്കൊപ്പം ഉച്ചയ്ക്ക് പ്രസാദഊട്ടുണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് കളഭാഭിഷേകം ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. ശ്രീകോവിലേക്കും അഭിഷേകത്തിനും ആവശ്യമായ നെയ്യ്, പൂജാസാധനങ്ങൾ, എണ്ണ, പുഷ്പങ്ങൾ, ശർക്കര എന്നിവ ഭക്തർക്ക് തിരുനടയിൽ സമർപ്പിക്കാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്. 29 രാവിലെ മുതൽ പ്രസാദഊട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളുടെ സമർപ്പണം നടക്കും. 30 വൈകിട്ട് 7 മണിക്ക് പ്രാദേശിക ഗ്രൂപ്പുകൾ അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി, ആതിരരാവും ശേഷം ലഘുഭക്ഷണവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. കോട്ടായി വറോഡ് കണ്ടച്ചിപ്പറമ്പ് പൊറ്റഗ്രാമം ശ്രീ പ്രസന്ന ഗണപതി ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യത്തിൽ നടന്നു. ക്ഷേത്രം തന്ത്രി കിഷോർ സ്വാമിയുടെയും ചെമ്പൈ ഗ്രാമം ദണ്ഡപാണി അയ്യരുടെയും കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കോട്ട ദർശനമായിട്ടുള്ള വിദ്യാഗണപതി അഥവാ പ്രസന്ന ഗണപതിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമുള്ള ഭഗവാൻ അവർക്ക് പഠനത്തിൻ്റെ ഭാഗമായിട്ടും സിദ്ധിയുടെയും ബുദ്ധിയുടെയും നാഥനായിട്ടുള്ള ഭഗവാൻ ഇവിടെ വരുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും ഇവിടെ വിശേഷമായി കൊടുക്കുന്ന പ്രസാദം പേനയാണ്. വിദ്യയുടെ പ്രതീകമായിട്ടുള്ള മഹാഗണപതിവാൻ കുഞ്ഞുങ്ങളെല്ലാവരെയും ഒരേപോലെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹപ്രദായകനായി വാണരുന്ന ശ്രീ ഗണപതി ഭഗവാന്റെ സന്നിധിയിൽ ശ്രീ സുബ്രഹ്മണ്യ സാന്നിധ്യം കൂടി ജ്യോതിഷവിധിയിൽ തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുബ്രഹ്മണ്യനെ കൂടി പ്രതിഷ്ഠിച്ച് ആരാധന നടത്തുന്നതിന് തീരുമാനമായത്. ക്ഷേത്രം തന്ത്രി കിഷോർ സ്വാമിയുടെയും ചെമ്പൈ ഗ്രാമം ദണ്ഡപാണി അയ്യരുടെയും കാർമ്മികത്വത്തിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. ഒരു 5-6 മാസം മുമ്പാണ് ഇവിടെ ഈ പൊറ്റഗ്രാമത്തിലെ മഹാഗണപതിക്ക് പുനരുദ്ധാരണ കുംഭാഭിഷേകം നടന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കർമാദികളെല്ലാം ചെയ്തു വരുന്നുണ്ട്. ജനുവരി 26 തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച പ്രതിഷ്ഠാകർമ്മങ്ങൾ ചൊവ്വാഴ്ച വിപുലമായ അന്നദാനത്തോടെ സമാപിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് അംഗം ഗിരീഷ്, മാതൃസമിതി രക്ഷാധികാരി സുനിത രമേശ്, ക്ഷേത്രം രക്ഷാധികാരി കെ രാമചന്ദ്രൻ, മേൽശാന്തി അമ്പരത്തിൽ വേലായുധൻ, മാതൃസമിതി പ്രസിഡന്റ് മഞ്ജു, സെക്രട്ടറി രേഷ്മ, ട്രഷറർ സുമിത, വൈസ് പ്രസിഡന്റ് അജിത രതീഷ്, ജോയിന്റ് സെക്രട്ടറി ജിനി വിജീഷ് എന്നിവർ നേതൃത്വം നൽകി. 1 വർഷമായി ഈ അമ്പലത്തിൻ്റെ പണികളെല്ലാം നടന്ന് ജൂലൈ 1-നാണ് ഇവിടെ കുംഭാഭിഷേകം കഴിഞ്ഞത്. അതിനുശേഷം സുബ്രഹ്മണ്യൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പൂജമഹോത്സവത്തിനായി ഷൊർണൂർ മുതിരാർ തെരുവ് മാരിയമ്മൻ കോവിൽ ഒരുങ്ങി. ജനുവരി 30 മുതൽ ഫെബ്രുവരി 16 വരെയാണ് പൂജമഹോത്സവം. ബുധനാഴ്ച കോവിലിൽ പ്രതിഷ്ഠാദിനം വിപുലമായി ആഘോഷിച്ചു. ബുധനാഴ്ച മാരിയമ്മൻ കോവിലിൽ പ്രതിഷ്ഠാദിനം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, നവകം പഞ്ചഗവ്യം, കലശാഭിഷേകം എന്നിവയ്ക്ക് ശേഷം പൊങ്കാലയും തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, ഭഗവത് സേവ എന്നിവയും ഉണ്ടായി. കോവിലിൽ ജനുവരി 30 മുതൽ ഫെബ്രുവരി 16 വരെ പൂജാ മഹോത്സവവും നടക്കും. ഇതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ദിവസവും വിവിധ കലാപരിപാടികൾ, പ്രഭാഷണം, തായമ്പക, തോൽപ്പാവ് കൂത്ത്, ഭക്തിഗാനമേള തുടങ്ങിയവയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 9 തിങ്കളാഴ്ച രാവിലെ 10 ഉത്സവത്തിന് കൊടിയേറും. തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധ ആഘോഷ പരിപാടികൾ നടക്കും. 16 തിങ്കളാഴ്ച രാവിലെ 6:15 മഞ്ഞൾ നീരാട്ടത്തോടുകൂടി സത്യകുംഭം ഭാരതപ്പുഴയിൽ നിമജ്ജനത്തിന് പുറപ്പാട് നടക്കും. തുടർന്ന് രാവിലെ 10 മണിക്ക് കൊടിയിറക്കത്തോടെ ഉത്സവാഘോഷത്തിന് സമാപനം കുറിക്കുമെന്ന് ഭാരവാഹികൾ STVയോട് പറഞ്ഞു.
ജനുവരി 30 മുതൽ ഫെബ്രുവരി 16 വരെ 18 ദിവസങ്ങളിലായിട്ട് നീണ്ടിട്ടുള്ള ഒരു ഉത്സവമാണ്. ഇതിനിടയിലായിട്ട് നമ്മളൊരു 14 ദിവസം തായമ്പക മഹോത്സവം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. ഈ 14 ദിവസം എന്ന് പറഞ്ഞാൽ അതിൽ കേരളത്തിൽ പ്രമുഖന്മാരായിട്ടുള്ള എല്ലാ തായമ്പക വിദ്വാൻമാരും പങ്കെടുക്കുന്ന ഒരു ഉത്സവം തന്നെയാണ്. തായമ്പക എന്ന കലയെ നമ്മൾ പരിപോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ തായമ്പക മഹോത്സവം. അപ്പോൾ അത് ഈ വരുന്ന 30-ാം തീയതി നമുക്ക് ഉദ്ഘാടനം തുടങ്ങും. അന്ന് വൈകുന്നേരം ഒരു പൂക്കുറിക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങ് ഈ അമ്പലത്തിലുണ്ട്. അത് മുതലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഉത്സവം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് 9-ാം തീയതി നമ്മുടെ കൊടിയേറ്റം അന്ന് മുതൽ 9-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള 6 ദിവസങ്ങളിലായി അമ്പലത്തിലേക്ക് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നമ്മൾ 3 നേരവും പ്രസാദം ഊട്ടുണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ. പരുത്തിപ്പുറയിൽ വടക്കുംഭാഗം തൈപ്പൂയ ആഘോഷ കമ്മിറ്റിയുടെ ഓഫീസ് കെട്ടിടം വൈസ് പ്രസിഡന്റ് കുമാരൻ ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പരുത്തിപ്പുറയിൽ വടക്കുഭാഗം തൈപ്പൂയ ആഘോഷ കമ്മിറ്റിയുടെ സ്വന്തം ഓഫീസ് കെട്ടിടമാണ് ബുധനാഴ്ച പ്രവർത്തനം തുടങ്ങിയത്. രാവിലെ ആഘോഷ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കുമാരൻ നാടമുറിച്ച് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കെ സദാശിവൻ, സെക്രട്ടറി എ വേണുഗോപാലൻ, ട്രഷറർ എം രാമൻ, രക്ഷാധികാരി ശശികുമാർ കടവത്ത്, ഷൊർണൂർ വിജയൻ എന്നിവർ സംസാരിച്ചു. ഇങ്ങനെ ഒരു കമ്മിറ്റി ഓഫീസ് പരുത്തിപ്പുറ തൈപ്പൂയാഘോഷം വടക്കുഭാഗത്തൊരു കമ്മിറ്റി ഓഫീസ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും, എല്ലാ മെമ്പർമാർക്കും, നാട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. ഇതിൻ്റെ ഈ കൂട്ടായ്മ നിലവിലും തുടർന്നും പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂട്ടായ്മയോട് കൂടി എല്ലാ കാര്യങ്ങൾക്കും, ഇതൊരു തൈപ്പൂയാഘോഷ കമ്മിറ്റി ഓഫീസ് മാത്രമല്ല, നമുക്ക് നാട്ടിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം എല്ലാവരും കൂട്ടായ്മയോട് കൂടിയിട്ട് ഒത്തുണ്ടാവണം എന്നൊരു പ്രാർത്ഥിക്കുകയാണ്. അതിലൂടെ ഒരു സമൂഹം തന്നെ ലക്ഷ്യമിടുന്നത് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി, ഇതിൻ്റെ സംഭാവന പിരിക്കാൻ, ഇതിൻ്റെ ആഘോഷങ്ങളുമായി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു തലമുറ മുഴുവൻ ഇതിലേക്ക് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ അറിയാതെ മറ്റ് മേഖലയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ തെറ്റായ വഴികളിലേക്ക് പോകുന്ന ഒരു ചിന്തയിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കാൻ ഇത്തരം സംരംഭങ്ങൾ കഴിയും. അതുകൊണ്ട് തന്നെ ദൈവിക വിശ്വാസങ്ങളും അതിനോടനുബന്ധിച്ച ഇത്തരം പ്രവർത്തനങ്ങളും എല്ലാ പ്രദേശത്തും എല്ലാ കാര്യങ്ങളിലും എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ്. സുന്ദരൻ മുഖ്യകാർമ്മിയായിരുന്നു. തൈപ്പൂയ ആഘോഷ കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരുമടക്കം നിരവധി പേർ ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ സന്നിധരായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഓങ്കല്ലൂർ ശ്രീ തളി മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികൾ തുടരുന്നു. ആഘോഷത്തിന്റെ ഭാഗമായി കഥകളി അരങ്ങിലെത്തി. ഉത്സവം 31-ന് സമാപിക്കും. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ബാലിവിജയം കഥകളി അരങ്ങിലെത്തി. രാവണായി കലാമണ്ഡലം സോമനും, മണ്ടോദരിയായി സന്ധ്യ മുതുകുർശിയും, ബാലിയായി കലാമണ്ഡലം ആഷിക്കും നിറഞ്ഞാടിയപ്പോൾ പാട്ടിൽ നെടുമ്പള്ളി രാംമോഹനും, നാരായണൻ പേരമംഗലൂരും, യദു പേരമംഗലൂരും, ചെണ്ടയിൽ കലാവിഷ്ണുമോഹനും, മദ്ദളത്തിൽ കലാജയപ്രസാദും പക്കമേളമൊരുക്കി. നിരവധി പേർ കഥകളി ആസ്വദിക്കാൻ എത്തിയിരുന്നു. 31-ന് ഉത്സവാഘോഷം സമാപിക്കും. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഇനി മാറ്റുലി. VS അച്യുതാനന്ദൻ ജീവിച്ചിരുന്നുവെങ്കിൽ പത്മവിഭൂഷൺ നിരസിക്കുമായിരുന്നുവെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി അഭിപ്രായപ്പെട്ടിരിക്കുന്നു. MA ബേബിയുടെ ഈ നിരീക്ഷണം ശരിയാണോ? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. VSന്റെ പത്മഭൂഷൺ അവാർഡിനെ കുറിച്ചാണല്ലോ ചോദ്യങ്ങൾ. അദ്ദേഹത്തിന് പ്രയോഗമുണ്ട്, പശു അമ്മയാണെങ്കിൽ കാള അച്ഛനാകുമോ എന്നൊരു ചോദ്യമുണ്ട് RSSനോട്. അത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു സഖാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരിക്കലും ആ അവാർഡ് ഏറ്റുവാങ്ങാൻ തയ്യാറാവില്ല. സംസ്ഥാന ആഭ്യന്തര ജനറൽ സെക്രട്ടറി ബേബി സഖാവ് പറഞ്ഞതിനും ശരി, ഒരിക്കലും അത് ഏറ്റെടുക്കാനും അത് അംഗീകരിക്കാനും തയ്യാറാവാത്തൊരു മനുഷ്യനാണ് സഖാവ് കേസ് നിരാകരിക്കുകയും ചെയ്യും. ഇവിടെ ജീവിച്ചിരിക്കുന്നില്ല. CPIMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുകയാണ്.
സഖാവ് PS ജീവിച്ചിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ് നൽകിയ ഈ അവാർഡ് നിരസിക്കപ്പെടുമായിരുന്നു. അതാണ് വ്യക്തിപരമായ അഭിപ്രായം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള സർക്കാർ വായുവിന് നികുതി ഏർപ്പെടുത്തിയാലും അത്ഭുതപ്പെടാനില്ലെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ. തൊട്ടതിനെല്ലാം നികുതി വർദ്ധിപ്പിച്ചിട്ടും സംസ്ഥാനം സാമ്പത്തികമായി തകർന്നത് എങ്ങനെയെന്ന് ഇടതു സംഘടനകൾ മറുപടി പറയണമെന്നും DCC അധ്യക്ഷൻ. കുടിവെള്ള മേഖലയിലും വൈദ്യുതി മേഖലയും സ്വകാര്യവൽക്കരിച്ചതാണ് സർക്കാർ നേട്ടമെന്നും A. തങ്കപ്പൻ. വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവകാശ ധർണ പാലക്കാട്. തിരുവില്ലാമല പഞ്ചായത്ത് ഓഫീസിലെ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗീതം ചൊല്ലിച്ച നടപടി വിവാദമാകുന്നു. ഭരണപക്ഷത്തിന്റെ ആസൂത്രിത നടപടി ഭരണഘടനയോടുള്ള വെല്ലുവിളിയെന്ന് CPIM. CPMന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. ദേശാടന പക്ഷികൾക്ക് വൻ ഭീഷണിയായി ഒറ്റപ്പാലം ഭാരതപ്പുഴയിൽ വീണ്ടും തീപിടുത്തം. പുഴയിലെ 2 ഏക്കറോളം പുൽക്കാടുകൾ കത്തിനശിച്ചു. ഭാരതപ്പുഴയിലെ തീപിടുത്തം തുടർക്കഥയാകുന്നു. ഈ മാസം തന്നെ പുഴയിൽ തീ പടർന്നത് 4 തവണ. ഭാരതപ്പുഴ കത്തിയെരിയുമ്പോൾ കത്തിയമരുന്നത് ദേശാടന പക്ഷികളുടെ കൂടുകളും. ഷൊർണൂർ പരുത്തിപ്പുറ ഗവൺമെന്റ് സ്കൂളിൽ 1 കോടി രൂപയുടെ കെട്ടിടം ഉയരുന്നു. നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം. 6 ക്ലാസ് മുറികളുള്ള 2 നില കെട്ടിടം സർക്കാർ വിദ്യാലയത്തിന് വലിയ മുതൽക്കൂട്ടാകും. ശബ്ദമലിനീകരണം. കുടുംബശ്രീ കലാജാഥ അംഗങ്ങളെ സിവിൽ സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കി കോടതി. കലാപരിപാടി അവതരണം സിവിൽ സ്റ്റേഷന് പുറത്താക്കാൻ കോടതി ആവശ്യപ്പെട്ടത് കലാപരിപാടികൾക്കായുള്ള ഗാനങ്ങൾ കോടതി നടത്തിപ്പിന് തടസ്സം നേരിട്ടതോടെ. തൃശൂരിൽ ഇക്ഫോക്ക് അന്താരാഷ്ട്ര നാടകോത്സവം തുടരുന്നു. നാടകോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയ ചിത്ര പ്രദർശനം ശ്രദ്ധേയം. പ്രദർശനത്തിൽ നിറയുന്നത് നാടകങ്ങളുടെ രത്ന ചുരുക്കം. ഉത്സവ ആഘോഷ നിറവിൽ ആരാധനാലയങ്ങൾ. കോട്ടായി വരോട് കണ്ണത്തിപ്പറമ്പ് പൊറ്റ ഗ്രാമത്തിലെ പ്രസന്നലക്ഷ്മി ഗണപതി ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ ഭക്തിസാന്ദ്രം. വാടനാകുശ്രീ ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷങ്ങൾക്ക് ഒരുക്കം. ചടങ്ങുകൾ ജനുവരി 30, 31 തീയതികളിൽ. പൂജാ മഹോത്സവത്തിനായി ഷൊർണൂർ മുതലിയാർ തെരുവ് മാരിയമ്മൻ കോവിലിൽ തുടക്കം. ആഘോഷ പരിപാടികൾ ജനുവരി 30 മുതൽ ഫെബ്രുവരി 16 വരെ. തൈപ്പൂയ മഹോത്സവത്തെ വരവേൽക്കാൻ പരുത്തി പ്രദേശം. ഓങ്ങല്ലൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികൾ തുടരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.